ഹായ്, നമ്മൾക്ക് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താനായിട്ട് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ട് എത്താനായിട്ട്. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അത് അങ്ങോട്ട് വിജയിക്കണില്ല. നമ്മളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റാണ്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല വിഷമങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചില വിഷമങ്ങളുണ്ടാവില്ല. നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് അങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന ഒരു സന്ദർഭങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട്, ഇപ്പോൾ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മക്കളോടോ നമ്മൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവാം, മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ പല ആളുകൾക്കും പല സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമമായിട്ട് അങ്ങനെ ഉള്ളൊരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ ആലോചിക്കുക, അവളങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മക്കളാണെങ്കിൽ മുതിർന്ന മക്കളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നാലും എൻ്റെ മോൻ അങ്ങനോട് പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെടുക്കണ പോവാണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ മാത്രമേ നമ്മുടെ മനസ്സ് അത് പ്യുവറായിരിക്കണം. കാരണം നമ്മുടെ മനസ്സിലൊന്നുമില്ല, അത് നല്ല ഇങ്ങനെ തുറന്ന ഒരു കളങ്കമില്ലാത്തൊരു മനസ്സായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം, അത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഇത്തരത്തിലായിരിക്കണം നമ്മുടെ മനസ്സെങ്കിലാണ് നമുക്ക് ആ ഒരു നമ്മളുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നവും മാത്രമായിട്ട് നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിൽ നമ്മളൊന്ന് മാറാനായിട്ട് നമ്മളുടെ ആ വിഷമങ്ങൾ, മറ്റുള്ളവരോടുള്ള വിഷമങ്ങളും മറ്റുള്ളവർ ചെയ്ത വിഷമങ്ങളും എന്ത് തന്നെയൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മളൊരു കടലാസിൽ എഴുതി വെച്ചിട്ട് അത് നമ്മൾ നശിപ്പിച്ച് കളയുക. അതോടുകൂടി നമ്മളുടെ വിഷമവും അതുപോലെ മറ്റുള്ളവരോട് നമുക്ക് തോന്നിയ വിഷമവും അവർ നമുക്ക് ഉണ്ടാക്കിയ വിഷമം അതെല്ലാം മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുക, നമ്മളോടും ക്ഷമിക്കുക. ആ ഒരു ക്ഷമാപണം ചെയ്ത് ആ സാധനം നശിപ്പിച്ച്, ആ എഴുതിയത് നശിപ്പിച്ച് കളയുക. എന്നിട്ട് നമ്മൾ പുതിയൊരു മനുഷ്യനാകുക, പുതിയൊരാളായി നമ്മുടെ ആ ഒരു ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു മഴത്തുള്ളി പോലെ അല്ലേ, മഴത്തുള്ളി എങ്ങനെയാണ് ആകാശത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ല തിളക്കമുള്ളൊരു മുത്ത് പോലെയാണ് അല്ലേ, അതുപോലെ അത് താഴെ മണ്ണിൽ വന്ന് വീണ അത് കലങ്ങിയില്ലേ. അപ്പോൾ ഒരിക്കലും ആ കലക്ക് വെള്ളത്തിലേക്ക് വീണാതാവരുത്. മഴത്തുള്ളി ആകാശത്തുനിന്ന് വരുന്ന ആ ഒരു മഴത്തുള്ളി പോലെയാവണം നമ്മൾ. അത്രയ്ക്കും നല്ല മനസ്സുള്ള, മറ്റുള്ളവർ ക്ഷമിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അത്തരത്തിലുള്ള ഒരാളായി നമ്മൾ മാറണം. ഇത്തരത്തിൽ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു മാറ്റത്തിലൂടെ നമുക്ക് നമ്മളുടെ ആ ഒരു